ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് പവർ പോയിന്റിൽ വീഡിയോകളും ഓഡിയോകളും ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. ആഡ് ചെയ്ത വീഡിയോകളും ഓഡിയോകളും എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. പവർ പോയിന്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ മെനു ഇൻസെർട്ട് എന്നുള്ള ഒരു മെനു നമ്മൾക്ക് ഇവിടെ കാണുന്നുണ്ട്. അതിൽ ഓപ്ഷനുകളിൽ ഏറ്റവും ലാസ്റ്റ് രണ്ട് ബട്ടണുകളാണ് വീഡിയോ എന്ന് പറയുന്ന ഒരു ബട്ടണും ഓഡിയോ എന്ന് പറയുന്ന മറ്റൊരു ബട്ടണും. വീഡിയോ എന്നുള്ള ബട്ടണിന് തൊട്ട് താഴെ ആരോ കീ കാണുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഫ്രം ഫയൽ, നമ്മളെ കമ്പ്യൂട്ടറുകളിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ഫയലുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ. മറ്റൊന്ന് വീഡിയോ ഫ്രം വെബ്സൈറ്റ്, ഇന്റർനെറ്റ് കണക്ഷനൊക്കെ ഉള്ള കമ്പ്യൂട്ടറുകളാണ് എങ്കിൽ വെബ്സൈറ്റുകളിൽ നിന്നും വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിപ്പാർട്ട് വീഡിയോ, പവർ പോയിന്റ് നമ്മൾക്ക് കുറച്ച് വീഡിയോകൾ, ബേസിക് വീഡിയോകൾ തരുന്നുണ്ട്. ആ വീഡിയോകളും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതുപോലെ ഒരു ഓപ്ഷനുകൾ നമ്മൾക്ക് ഇവിടെ ഓഡിയോക്കും തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അതിലൊരു മാറ്റം എന്നുള്ളത് റെക്കോർഡ് ഓഡിയോ, മൈക്കുകൾ കണക്ട് ചെയ്തുകൊണ്ട് ലാപ്ടോപ്പുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ PC ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിലൊക്കെ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ റെക്കോർഡ് ഓഡിയോ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ വീഡിയോ ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോ സിസ്റ്റത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത്. വീഡിയോ ഫ്രം ഫയൽ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിലെ വീഡിയോകൾ ഉള്ള ഫോൾഡറുകൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് വീഡിയോ ആണോ നമ്മൾക്ക് ഈ ഭാഗത്തേക്ക് പവർ പോയിന്റിലോട്ട് ആഡ് ചെയ്യേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം ഇൻസെർട്ട് എന്ന് നൽകുക. അപ്പോൾ ആ വീഡിയോ നല്ല ക്വാളിറ്റി വീഡിയോകളാണ് എങ്കിൽ അത് ലോഡാകാൻ ഒരല്പം സമയമെടുക്കും. നമുക്ക് ഈ വീഡിയോകളുടെ 4 കോർണറുകളിലും സ്നാപ്സ് കാണാൻ പറ്റും, ഒരു ഡോട്ട് കാണാൻ പറ്റും. ആ ഭാഗത്ത് വെച്ചുകൊണ്ട് നമ്മൾക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ വീഡിയോ ആഡ് ചെയ്ത ഉടനെ നമ്മൾക്ക് മുകളിൽ ആഡിൻസിന് തൊട്ടപ്പുറത്ത് തന്നെ ഫോർമാറ്റ് എന്നുള്ളൊരു മെനുവും പ്ലേബാക്ക് എന്നുള്ളൊരു മെനുവും കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഇതുവരെ വീഡിയോ ആഡ് ചെയ്യുന്നതിന് മുമ്പ് വ്യൂ ആഡിൻസ് എന്നുള്ളത് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വീഡിയോ ആഡ് ചെയ്ത് വീഡിയോ സെലക്ട് ചെയ്തപ്പോൾ ഫോർമാറ്റ് എന്നുള്ള ഒരു മെനുവും പ്ലേബാക്ക് എന്നുള്ള ഒരു മെനുവും കൂടി ലഭ്യമായിട്ടുണ്ട്. ഇവിടെ സെലക്ട് ചെയ്താൽ ഫോർമാറ്റിൽ നമുക്ക് ധാരാളം മോഡലുകൾ, അതിൻ്റെ ബോർഡറുകളുടെ മോഡലുകൾ, സ്റ്റൈലുകൾ കാണിക്കുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ്. ഇനി വീഡിയോയുടെ ഷേപ്പുകളും നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു കറക്റ്റ് സ്ക്വയറിലാണ് കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് അതിൻ്റെ വീഡിയോകളുടെ ഷേപ്പിൽ മാറ്റം വരുത്താൻ പറ്റും. ഇപ്പോൾ ഇവിടെ മറ്റൊരു ഷേപ്പ് ഞാൻ ചൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഓവൽ രൂപത്തിൽ ഈ ഭാഗത്തോട്ട് ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഷേപ്പുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. വീഡിയോകളുടെ ബോർഡറുകളുടെ കളറുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ പറ്റുന്നതാണ്. ഏത് കളറാണോ നമ്മൾക്ക് വേണ്ടത് ആ കളറുകൾ നമ്മൾക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ തന്നെ ആ ബോർഡറുകളുടെ വിഡ്ത്ത്, ഹൈറ്റ്, വീഡിയോ ബോർഡർ എന്നുള്ളതിൽ വന്നാൽ അതിൻ്റെ വെയിറ്റ് നമ്മൾക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ അതിന് വീഡിയോ ബോർഡർ എന്നുള്ളതിന് താഴെ വീഡിയോ എഫക്റ്റ് എന്നുള്ളത്, നമുക്കതിൻ്റെ ഷാഡോകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷനുകൾ ക്ലിക്ക് ചെയ്താൽ സാധിക്കുന്നതാണ്. അങ്ങനെ ഇവിടെ ധാരാളം ഓപ്ഷനുകൾ നമ്മൾക്ക് അവൈലബിൾ ആണ്. ക്ലിക്ക് ചെയ്താൽ ഈ മോഡലുകളെല്ലാം ഈ ഭാഗത്തോട്ട് ആഡ് ആകുന്നതാണ്. ഇനി നമ്മൾക്ക് ഈ ഭാഗത്ത് പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും. ഈ പ്ലേ പോസ് Alt P എന്ന് ഒരു ഷോർട്ട് കട്ട് കാണിക്കുന്നുണ്ട്. പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും നമ്മൾക്ക് ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി വീഡിയോകളുടെ ടൈമിൽ നമ്മൾക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ഫോർമാറ്റ് എന്നുള്ള മെനുവിന് തൊട്ടപ്പുറത്ത് പ്ലേബാക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇതിലോട്ട് കൊണ്ടുവരാവുന്നതാണ്. അതിനായിട്ട് ഇവിടെ ട്രിം വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ ഒരു വിൻഡോ, ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ്. നമ്മളുടെ ഫയലുകൾ HD ഫയലുകൾ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി HD ഫയലുകളാണ് എങ്കിൽ അതിന് കുറച്ച് താമസമെടുക്കും. സിസ്റ്റത്തിന്റെ വേഗതക്കനുസരിച്ച് അത് ലോഡാകുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ട്രിം ചെയ്യുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്രീൻ ബട്ടണും റൈറ്റ് സൈഡിൽ ഒരു റെഡ് ബട്ടണും കാണുന്നുണ്ട്. നമ്മൾക്ക് ഏത് ഭാഗമാണോ വേണ്ടത് അത് ആ ഭാഗം കൊണ്ട് ആ
കളർ ബാർ കൊണ്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗങ്ങൾ നമുക്ക് പ്ലേ ചെയ്യിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് ചെയ്ത ഭാഗം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇനി നമ്മൾക്ക് ഇവിടെ ടൈം കൊടുത്തുകൊണ്ട് അങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് സ്റ്റാർട്ട് ടൈം ഏത് സെക്കൻഡിൽ നിന്നാണോ തുടങ്ങുന്നത്, എവിടെയാണോ അവസാനിക്കേണ്ടത് എന്നും നമുക്ക് അതുപോലെ അങ്ങനെയും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ കുറച്ച് ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അത്രയും ഭാഗമാണ് ഇപ്പോൾ ഇതിലോട്ട് വന്നിട്ടുള്ളത്. പ്ലേ ക്ലിക്ക് ചെയ്താൽ അത് പ്ലേ ആകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾക്ക് ഓരോ സ്ലൈഡുകളിലും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇൻസെർട്ട് മെനു വീഡിയോയുടെ ഓപ്ഷന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഓഡിയോ എന്ന് പറയുന്ന ഒരു ബട്ടണും കാണാൻ സാധിക്കും. ഓഡിയോ ഫ്രം ഫയൽ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റത്തിൽ ഓഡിയോ ഏത് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്തു നിന്നും ഓഡിയോ സെലക്ട് ചെയ്യുക. ഇതുപോലെയാണ് കാണുന്നത്. നമ്മൾക്ക് അതിൽ പ്ലേ ബാക്ക് ഓപ്ഷനുകൾ ഇവിടെയും ലഭ്യമാണ്. ട്രിം ഓഡിയോ എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഓഡിയോയുടെ നമ്മൾക്ക് ഏത് ഭാഗമാണോ വേണ്ടത് ആ ഭാഗം മാത്രം ചൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ചില കമന്റുകളൊക്കെ ആഡ് ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നത് അതാണ്. ആ ഭാഗം മാത്രം ചൂസ് ചെയ്ത് ട്രിം ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ലോ വോളിയം ഏറ്റവും കുറഞ്ഞ താഴ്ന്ന രൂപത്തിൽ മതി എന്നുണ്ടെങ്കിൽ ലോ, മീഡിയം. ഞാനിവിടെ ഹൈ എന്നുള്ളതിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫോർമാറ്റ് എന്നുള്ള മെനുവിൽ നമ്മൾക്ക് അതിന്റെ ബട്ടൺ കളറുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ബട്ടൺ കളറുകൾ ഏതാണോ നിങ്ങൾക്ക് അതിൽ കൊണ്ടുവെക്കുമ്പോൾ തന്നെ മാറ്റങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. ക്ലിക്ക് ചെയ്താൽ അതേ രൂപത്തിൽ തന്നെ ബട്ടൺ വരുന്നുണ്ട്. നമുക്ക് ഈ ഭാഗത്ത് വെച്ചുകൊണ്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നീക്കി വെക്കാനെല്ലാം പറ്റുന്നുണ്ട്. അതിൽ കറക്ഷൻ എന്നുള്ള ഭാഗത്തിൽ ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, നമ്മൾ ആഡ് ചെയ്ത ആ കളറിന്റെ ബ്രൈറ്റ്നെസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം നമ്മൾക്ക് ഇതിൽ വരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇങ്ങനെ എല്ലാ സ്ലൈഡുകളിലും നമ്മൾക്ക് ഇതുപോലെ ഓഡിയോകളും വീഡിയോകളും ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾക്ക് ഓഡിയോകളും വീഡിയോകളും എല്ലാം പവർ പോയിന്റിലോട്ട് ആഡ് ചെയ്യുകയും നമ്മൾ ചെയ്യുന്ന പവർ പോയിന്റ് പ്രസന്റേഷൻ നല്ല രൂപത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളും ഓഡിയോകളും എല്ലാം ആഡ് ചെയ്തുകൊണ്ട് നല്ല കളർഫുൾ ആയിട്ട് ജനങ്ങൾക്ക് ആകർഷണീയമായ രൂപത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയും ഇതുപോലെയുള്ള വിവരങ്ങൾ അടുത്ത ഭാഗങ്ങളിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകാൻ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ എല്ലാ തിങ്കളാഴ്ചകളിലും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്.